നീയൊക്കെ അപ്പോഴേ പറഞ്ഞില്ല ബോൾ അങ്ങോട്ട് അടിച്ചു കളയില്ലെന്ന്. ഞാൻ ഇപ്പൊ അറിഞ്ഞില്ലല്ലോ ബോൾ അങ്ങോട്ട് പോകുന്നു. നീയിപ്പോ ആ ബോൾ കിട്ടാതെ വേറെ കളി നടക്കത്തില്ല. എന്തേലും ഒരു വഴി നോക്കണം നമുക്ക്. ഇപ്പൊ എന്നാ ചെയ്യും? എടാ ഞാൻ കണ്ടതാ, അത് അവിടെ തന്നെ വീണേ. ആ ചേച്ചി എടുത്തു വെക്കുന്ന കണ്ടതാ. എടാ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. നമ്മള് പിള്ളേര് ചോദിച്ചിട്ടായിരിക്കും ആ ചേച്ചി ബോൾ തരാത്തത്. നമുക്കില്ലേ പ്രായമുള്ള ഏതെങ്കിലും ഒരു ചേട്ടനെ വിളിച്ചിട്ട് ചേച്ചിയോട് ചോദിപ്പിക്കാം. അത് നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ ഒരു ഉപകാരം ചെയ്യാമോ? ഞങ്ങള് കളിച്ചോണ്ടിരുന്നപ്പോ അപ്പുറത്തെ വീട്ടിലോട്ട് ബോള് പോയി. ഇപ്പൊ ആ ചേച്ചി ചോദിച്ചിട്ട് തരുന്നില്ല. ചേട്ടനൊന്ന് ചോദിച്ച് മേടിച്ചു തരാം. നിങ്ങളോട് ആരും വേണ്ട ബോൾ കൊണ്ട് അതിനകത്ത് അടിച്ചിടാൻ. ചേട്ടാ ഞങ്ങള് കളിച്ചപ്പോ അറിയാതെ വീണേ. ചേട്ടാ കളിക്കാൻ വേറെ ബോളില്ലാത്തോണ്ടാ ചേട്ടാ. ഒന്ന് മേടിച്ചാ ചേട്ടാ. ചേട്ടാ അത് പുതിയ താമസക്കാരാ. മിനിഞ്ഞാന്ന് അവര് താമസിക്കാൻ വന്നത്. എടാ ഞാൻ വന്നാൽ ശരിയാകത്തില്ല. ഒന്നാമത് എൻ്റെ ഈ സ്വഭാവത്തിനുണ്ടല്ലോ, അന്ന് ശരിയാകത്തില്ല. അല്ലേ വാ, ഒത്തിരി പോണോ ഇവിടുന്ന്? എന്നാ വാ. പിന്നൊരു കാര്യം, അവിടെ വരുമ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ അതും ഇതൊക്കെ പറയും. എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, കേട്ടല്ലോ? നിങ്ങൾ വേണം എന്നെ നിയന്ത്രിക്കാൻ. അപ്പോൾ കേട്ടല്ലോ, എൻ്റെ കൂടെ കട്ടൊക്കെ നിന്നോണം. ബോളൊക്കെ ഞാൻ എടുത്ത് തന്നോളാം. ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾ എൻ്റെ കളി കാണാൻ പോകുന്നുള്ളൂ. ഞാൻ അവിടെ പോയി വിറപ്പിക്കും, കേട്ടല്ലോ? ഒരു ബോളല്ല 9 ബോൾ ഞാൻ മേടിച്ചു തരും അവിടുന്ന്, ആ ചേച്ചിയെ കൊണ്ട്. എൻ്റെ സ്വഭാവം അറിയത്തില്ല കേട്ടോ. ഇതാണോ വീട്? അതെ. പുതിയ താമസക്കാരാണല്ലേ? നീ പോയി കോളിംഗ് ബെൽ അടിക്ക് അല്ലേ, ഞാനിവിടെ നിൽക്കാം. അല്ലേ പിള്ളേരെ? ചേച്ചി ഞങ്ങളുടെ ബോളിതാ. ഇവിടെ ബോളൊന്നുമില്ല. നിങ്ങളോട് ആരാ പറഞ്ഞ ബോൾ ഇങ്ങോട്ട് അടിച്ചു വിടാൻ? ചേച്ചി ഞങ്ങള് പിള്ളേര് കഴിച്ചിട്ടല്ലേ ബോള് തരാത്തേ. ഞങ്ങൾ ആ ബോള് മേടിക്കാൻ വേണ്ടി ഒരു ചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേത് ചേട്ടനാ? ദാ കാണ് ചേട്ടാ. ശാന്ത ചേച്ചി, നിങ്ങളാണ് വീട്ടിലെ പുതിയ താമസക്കാര്? എടാ കുൽസുത, നീയാണോ? പഴയ വീട്ടിൽ നിന്ന് കോഴിക്കോട് പണിയാമെന്നും പറഞ്ഞ് നീ 1000 രൂപ മേടിച്ചോണ്ട് പോയിട്ട് പിന്നെ നിന്നെ ഇപ്പോഴാണല്ലോ കാണുന്നത്. മക്കളെ, നിങ്ങളുടെ ബോള് കുറേ കിടപ്പുണ്ട്.